മാത്രമല്ല സാർ അങ്ങനെ ചെയ്യണത്. മക്കളെ ഇപ്പൊ കണ്ടാലും സാർ ഓടിയോ കെട്ടിപ്പിടിച്ച് സാർ മുറി കയറേ ഉള്ളൂ. കുട്ടികൾ ഓടി സാറിന് അടുത്ത് ചെന്നാലും ഒരിക്കലും സാർ അവരെ തട്ടി മാറ്റിയിട്ടില്ല. സാർ പുറത്ത് ശിഖവൻ ആദ്യമായിട്ട് സാർ പുറത്തു കൊണ്ടുപോയി. മനസാക്ഷി ഉണ്ടായി അത് ചോദിക്കുമായിരുന്നു. വെളിയിൽ സാർ ആദ്യമായിട്ടാണ് ശിഖാവിനെ കൊണ്ടുപോയി. അമ്മമാരുടെ വീഡിയോ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. ഈ അമ്മമാർ വന്നിരുന്ന് പറയുന്നത് വേറൊന്നുമല്ല, മുതുകാടിനെതിരെ ഷിഹാബ് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ അമ്മമാരുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ വെച്ചിരുന്നു. ആ ഒരു വീഡിയോയിൽ വെച്ചിരുന്നപ്പോൾ ആ അമ്മമാർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയാണ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. അന്നേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ അമ്മമാരെ കൊണ്ട് ആരോ പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെ ശരിക്കും എനിക്ക് തോന്നി എന്നുള്ളത്. ഈ തുടക്കത്തിൽ കണ്ട വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? ആരോ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കും. ഈ അമ്മമാർ പറഞ്ഞു വെക്കുമ്പോൾ ഇത് പറ അത് പറ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഒരു വീഡിയോയുടെ പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്കിത് കേൾക്കാൻ സാധിച്ചത്. ആദ്യം തൊട്ട് എനിക്ക് സംശയമുണ്ടായിരുന്നു ആരോ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് ഈ അമ്മമാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്മ സൈഡിലേക്ക് നോക്കി നിൽക്കുന്ന കാണാം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ മുഴുവനുള്ള വീഡിയോയിൽ ഷിഹാബിനെ അവിടെ പുറത്താക്കാൻ കാരണമായിട്ടുള്ള ഒരു കാരണവും കൂടെ ഈ അമ്മമാർ പറയുന്നുണ്ട്. എന്തായാലും ആ കാരണം നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് തുടക്കത്തിൽ കാണിച്ചപ്പോൾ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കാണിച്ചു തരാം. ശ്രദ്ധിച്ചൊന്ന് കേട്ട് നോക്കുക. മാത്രമല്ല സാർ അങ്ങനെ ചെയ്യണത്. മക്കളെ ഇപ്പൊ കണ്ടാലും സാർ ഓടിയോ കെട്ടിപ്പിടിച്ച് സാർ മുറി കയറേ ഉള്ളൂ. കുട്ടികൾ ഓടി സാറിന് അടുത്ത് ചെന്നാലും ഒരിക്കലും സാർ അവരെ തട്ടി മാറ്റിയിട്ടില്ല. സാർ പുറത്ത് ശിഖവൻ ആദ്യമായിട്ട് സാർ പുറത്തു കൊണ്ടുപോയി. മനസാക്ഷി ഉണ്ടായി അത് ചോദിക്കുമായിരുന്നു. വെളിയിൽ സാർ ആദ്യമായിട്ടാണ് ശിഖാവിനെ കൊണ്ടുപോയി. അതാണ് മനസാക്ഷി ഉണ്ടായിരുന്നു. ചോദിക്കും മനസാക്ഷി ഉണ്ടായിരുന്നു കൊണ്ടുവരുന്നത് ചോദിക്കാൻ. എൻ്റെ പൊന്നോ, എന്തിനാണ് ഇങ്ങനെ ഇവരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറയിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സത്യം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും അധികം നാൾ മൂടി വെക്കാൻ കഴിയുകയില്ല. അവരൊക്കെ വന്ന് എന്തൊക്കെ ഇനി ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ വീഡിയോയിലുള്ള ഒരു അമ്മയുടെ വോയിസ് നോട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതെന്നാണ്. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതിൽ അമ്മ പറയുന്നുണ്ട് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷിഹാബിനോട്. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് ഇത് ആരോ പറഞ്ഞു കൊടുത്ത് അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന്. ഇപ്പോൾ അത് കൺഫേമായി. ഇനിയും ഷിഹാബിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എന്താണ് കാരണമെന്ന് ഈ അമ്മമാരോട് പറഞ്ഞു പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്ന കാരണം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. പക്ഷേ അത് അവരുണ്ടാക്കി പറഞ്ഞതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എന്തായാലും ആ കാരണം നിങ്ങളൊന്ന് കേൾക്ക്. ഷിഹാബ് പോവാനായിട്ടുള്ള കാരണം ഇപ്പം ചേച്ചി പറഞ്ഞതാണ്. അനിയന്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു പെൺകുട്ടിയായിട്ടൊരു കമ്പനി അനിയനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ബാബ ചോദിച്ചു സാറിന് ജോലി കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ അവനെ ഇവിടെ സ്റ്റേജിൽ ജോലി കൊടുത്തായിരുന്നു. മാസം സാലറിയോടെ തന്നെ അവനും ജോലി ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു സ്റ്റേജിൽ പെൺകുട്ടിയായിട്ട് ഒരു കമ്പനി ആയിരുന്നു. അത് ഒരു റൂമിൽ കൊണ്ടുപോയത് ജിൻസാർ കണ്ടു. അങ്ങനെ ഭയങ്കര ജിൻസാറായിട്ട് പ്രശ്നമായി. ആ ഒരു പ്രശ്നത്തിലാണ് കൂടുതൽ ദേഷ്യം സാറിന്റെ കാണിക്കാൻ തുടങ്ങിയത്. ജിൻസാർ ആരാണ്? അപ്പൊ അങ്ങനെയാണ് സാറിന്റെ ദേഷ്യം. ഈ ദേഷ്യം അപ്പോഴേ പറഞ്ഞു ഇതിന് പിരിച്ചുവിട്ടാ അതിനുള്ള ഇത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷിഹാബ് അവിടെ നിന്ന് പോയതിന്റെ കാരണം ഈ അമ്മമാരെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെയൊക്കെ ഈ അമ്മമാർക്ക് പറയേണ്ടി വരുന്നത് ഇവരുടെ ഒരു ഗതികേട് കൊണ്ട് മാത്രമാണ്. പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും അമ്മമാരുടെ ഗതികേട് കാരണം അവർ പറഞ്ഞു പോവുകയാണ്. അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആളാണ് വളരെയധികം കണ്ണിങ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത് ഈ ചോദ്യം വരണം, എന്തുകൊണ്ടാണ് ഷിഹാബ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച ആളുടെ തലയിൽ ഉദിച്ചൊരു ബുദ്ധിയായിരിക്കും ഇത്. അനിയനും അവിടെ ഒരു സ്റ്റാഫാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കേണ്ടത് ഷിഹാബിനാണോ ഷിഹാബിൻ്റെ അനിയനാണോ? ഷിഹാബിനെ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഷിഹാബിന് മാത്രമാണ്. അത് മാത്രമല്ല, ഷിഹാബിന് കൊടുത്തിരിക്കുന്ന ആ നോട്ടീസിൽ ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഷിഹാബിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ അനിയനും ചേട്ടനും അവിടുത്തെ സ്റ്റാഫുകളാണ്. അനിയൻ ചെയ്ത തെറ്റിന് എങ്ങനെയാണ് ചേട്ടനെ അവിടുന്ന് പറഞ്ഞു വിടാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ ചേട്ടന് മാത്രം എങ്ങനെയാണ് അതിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നതെന്നുമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിപ്പോൾ ഷിഹാബിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഷിഹാബിൻ്റെ ആ കാരണം കാണിക്കൽ നോട്ടീസിലാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ആ കാരണം കാണിക്കൽ നോട്ടീസിൽ മെൻഷൻ ചെയ്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെയായാലും അമ്മമാരെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച ആൾക്കാർ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം നൽകിയേ മതിയാവുകയുള്ളൂ. എന്തായാലും ഷിഹാബ് ഇത് നേരത്തെ പറഞ്ഞതാണ്. ഷിഹാബ് ഇത് തുറന്നു പറഞ്ഞതിന് ശേഷം ഷിഹാബ് മോശക്കാരനാകും അല്ലെങ്കിൽ ഷിഹാബിൻ്റെ കുടുംബത്തിലായാലും മോശക്കാരനാകുമെന്ന് ഷിഹാബ് വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞതാണ്. എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ.